റുദർഫോർഡിന്റെ ആറ്റം മാതൃകയിൽ ഉണ്ടായിരുന്ന ചില ഡ്രോബാക്സിനെ ഓവർകം ചെയ്തുകൊണ്ട് അങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് നീൽസ് ബോർ മുന്നോട്ട് വെച്ച ഒരു അറ്റോമിക് മോഡലാണ് ബോർസ് മോഡൽ അല്ലെങ്കിൽ ബോർസ് മോഡൽ ഓഫ് ആറ്റം. അതിൽ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നു every atom consists of a heavily positively nucleus at the center and the electrons are distributed around this nucleus. ഓക്കെ, എല്ലാ ആറ്റത്തിനും വളരെ ഹെവി ആയിട്ടുള്ളതും പോസിറ്റീവ് ചാർജ് ഉള്ളതുമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നു അറ്റ് ദി സെന്റർ, മധ്യഭാഗത്ത്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു മോഡലാണ് ബോർ മുന്നോട്ട് വെച്ചത്. ഈ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഡെഫിനിറ്റ് ആ ഏരിയക്ക് അദ്ദേഹം പറഞ്ഞ പേരാണ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറയുന്ന പ്രത്യേക സഞ്ചാരപാത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു ഏരിയക്കാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്, ഓർബിറ്റ് എന്ന് പേര് പറഞ്ഞത്. ഇനി ഈ ഓർബിറ്റ് എന്ന് പറയുന്നതിനെ തന്നെ നമുക്ക് വേറൊരു പേരും പറയാം. അതിന് തന്നെ നമ്മൾ ക്വാണ്ടം ഷെല്ല് എന്നും അദ്ദേഹം വേറൊരു പേര് കൊടുക്കും. നമ്മൾ ചുരുക്കിയിട്ട് ഷെല്ല് എന്നും പറയും. ഇറ്റ്സ് ഓൾസോ കോൾഡ് ക്വാണ്ടം ഷെൽ. ഓക്കെ, ദിസ് ഈസ് ദി ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, ഇപ്പോൾ റുദർഫോർഡിന്റെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്, റുദർഫോർഡിന്റെ ആറ്റം മാതൃകന്റെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൽ നിന്ന് റേഡിയേഷൻ നഷ്ടപ്പെട്ട് അതിൻ്റെ റേഡിയസ് കുറഞ്ഞ് എവിടെ വന്നു, എനർജി കുറഞ്ഞ് ന്യൂക്ലിയസിൽ പോയി വീഴുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ബോർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക ഓർബിറ്റിൽ അല്ലെങ്കിൽ ക്വാണ്ടം ഷെല്ലിൽ നിലനിൽക്കുന്ന ഒരു ഇലക്ട്രോണിന് പ്രത്യേക രീതിയിലുള്ള എനർജി നഷ്ടമോ എനർജി നേട്ടമോ കിട്ടുന്നില്ല. എനർജി ഈസ് നോട്ട് ഗെയിൻഡ് ഓർ ലൂസ് ഇൻ ദി കേസ് ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു പെർട്ടിക്കുലർ ഓർബിറ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ സംബന്ധിച്ചിട്ട് അതിന് എനർജി നഷ്ടപ്പെടുന്നതോ എനർജി നേടുന്നതോ ആയിട്ടുള്ളൊരു പ്രശ്നം വരുന്നില്ല. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് അദ്ദേഹം രണ്ടാമത്തെ പോയിന്റായിട്ട്, രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ മോഡലിൽ പറഞ്ഞത്. ഒരു പ്രത്യേക ക്വാണ്ടം ഷെല്ലിൽ അല്ലെങ്കിൽ ഓർബിറ്റിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിന് എനർജി എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞു, ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ പെർമിറ്റഡ് ഇൻ വിച്ച് ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ദി ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. h/2π h തന്നെ നമുക്കറിയാം അല്ലെ, h is called പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പൊ h/2π എന്ന് പറയുന്നതിന്റെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ട് എന്തുള്ള ആംഗുലാർ മൊമെന്റം ഉള്ള ഓർബിറ്റ് മാത്രമേ എന്തിട്ടുള്ളൂ, പെർമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റത്തെ നമുക്ക് വേണമെങ്കിൽ MVR എന്ന് പറയാം. MVR ഈസ് ഈക്വൽ ടു NH/2π വേർ N ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് h/2π ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ട് ആംഗുലാർ മൊമെന്റം ഉള്ള ഓർബിറ്റ്സ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പെർമിറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇലക്ട്രോണിന് എനർജി നഷ്ടമോ എനർജി നേട്ടമോ ഉണ്ടാവാം. an electron will gain or lose energy only when it transmit from one orbit to another. ഒരു ഓർബിറ്റിലുള്ള അല്ലെങ്കിൽ ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോൺ മറ്റൊരു ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ മാത്രമേ അതിന് എനർജി നഷ്ടമോ നേട്ടമോ ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം നാലാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ദീസ് ആർ ദി മെയിൻ ആൻഡ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ റുദർഫോർഡിന്റെ മെയിൻ ഡ്രോബാക്ക് ആയി പറഞ്ഞ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് ഇവിടെ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം റുദർഫോർഡ് പറഞ്ഞ പോലെ ഇവിടെ എനർജി നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രോൺ പോയിട്ട് ന്യൂക്ലിയസിൽ പോയി വീഴുന്നൊരു പ്രശ്നം ഇവിടെ ഇല്ല. കാരണം ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിന് എനർജി നഷ്ടമോ എനർജി നേട്ടമോ ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി എപ്പോഴാണ് എനർജി നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യുന്നത്, അത് ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ മാത്രമേ എനർജി ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, next we are discussing about the merits of Bohr's model of atom. What are the main merits of Bohr's model of atom? The first ആയിട്ട് നമ്മൾ പറയുന്നു, നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് Bohr's model of atom can explain the stability of an atom. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ റുദർഫോർഡിന്റെ ആ മോഡൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്നും കൂടി പറഞ്ഞാൽ, ഒരു ഇലക്ട്രോണിന്റെ എനർജി ഒരു പ്രത്യേക ഓർബിറ്റിലാണെങ്കിൽ അത് നഷ്ടപ്പെടുകയോ കൂടുകയോ ചെയ്യുന്നില്ല, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി എപ്പോഴാണ് ഒരു ഇലക്ട്രോൺ എനർജി നേടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്നത്, അത് ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ എനർജി നഷ്ടമോ ലാഭമോ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തെ മെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തത്, Bohr's model of atom could explain the atomic spectrum of hydrogen. ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. Bohr's model of atom could explain the atomic spectrum of ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചു? ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചു. അവരെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഹൈഡ്രജൻ്റെ അകത്ത് നമുക്കറിയാം ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് n=1 എന്നുള്ള എനർജി ലെവലിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക, ഓർബിറ്റലിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ, അതാണ് ഏറ്റവും എനർജി കുറഞ്ഞ അവസ്ഥ. ആ അവസ്ഥയാണ് നമ്മൾ സാധാരണയായിട്ട്, എനർജി ഏറ്റവും കുറഞ്ഞ അവസ്ഥയാണ് നമ്മൾ സാധാരണ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനാണ് ഏറ്റവും സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ആ ഏറ്റവും താഴ്ന്ന n=1 എന്നുള്ള ആ ഒരു എനർജി ലെവലിലാണ് ആ ഇലക്ട്രോൺ ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് ഗ്രൗണ്ട് എനർജി ലെവൽ എന്ന് പറയാം. ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ആ ഇലക്ട്രോൺ ഉള്ളത്. ഇനി നമ്മൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് എനർജി സപ്ലൈ ചെയ്താൽ, അത് ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്തെന്ന് വിചാരിക്കും, ഒന്നോ അല്ലെങ്കിൽ അതിലധികം ഫോട്ടോൺ അബ്സോർബ് ചെയ്താൽ, ആ എനർജി അബ്സോർബ് ചെയ്യുന്നത് ഇലക്ട്രോൺ ആണ് അല്ലേ. ഇലക്ട്രോൺ അബ്സോർബ് ചെയ്താൽ അത് വേറെ ഏതെങ്കിലും ഒരു എനർജി ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്യുന്നു. അത് ഒന്നെങ്കിൽ n=2ലേക്കോ 3ലേക്കോ 4ലേക്കോ ഏതിലേക്ക് വേണമെങ്കിലും ജമ്പ് ചെയ്യാം. ആ എനർജി ലെവൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി എനർജി കൂടിയ അവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി കൂടിയ സ്റ്റേറ്റ് ആണ്. എനർജി കൂടിയ സ്റ്റേറ്റ് ആകുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പം അത് ആ ഇലക്ട്രോൺ ഒന്നും കൂടി സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അത് പിന്നെ ഏടത്തേക്ക് വരുന്നു, താഴത്തേക്ക് വരുന്നു, താഴെയുള്ള ഏതെങ്കിലും ഒരു എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ബോർ പറഞ്ഞ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ അതിലുള്ള റേഡിയേഷൻസ് വരാനുള്ള ഒരു കാരണം അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെയുള്ള ആ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻ എന്ന് പറയുന്നത്, ന്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, E2 - E1. E2 - E1. E2 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള എനർജി, E1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി. അപ്പോൾ ഇതാണ് എനർജി ഡിഫറൻസ് ഡിവൈഡഡ് ബൈ H എന്ന് എഴുതാം. H തന്നെ എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. നമുക്കത് ഒരു ഡയഗ്രാം പോലെ വരക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വരക്കാം. ഇത് E2 എന്ന് പറയുന്ന ഒരു എനർജി ലെവലാണ്, ഇത് E1 എന്ന് പറയുന്ന ഒരു എനർജി ലെവലാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഇലക്ട്രോണ് എന്ത് ചെയ്യുന്നു, ഇവിടത്തേക്ക് ജമ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, പിന്നെയും തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് റേഡിയേഷൻ പോകുന്നത്. ഈ റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് hν ആയിരിക്കും. ആ hν എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ΔEന് ഈക്വലാണ്. അതായത് E2 - E1ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്, ദിസ് ഈസ് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്, ദിസ് ഈസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്.
വളരെ സിമ്പിളായിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് രണ്ടും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് എന്ത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു മെറിറ്റായിട്ട് നമ്മൾ പറയുന്നത്. ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ രണ്ടാമത്തെ മെറിറ്റായിട്ട് നമ്മൾ പറയുന്നത് ഇതാണ്. കാരണം അതിന് എന്ത് ചെയ്യാൻ പറ്റി, ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചു, ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചു. ദിസ് ഈസ് ദി സെക്കൻഡ് മെറിറ്റ്. ആൻഡ് ദി തേർഡ് മെറിറ്റ് ഈസ് Bohr model of atom could explain the simultaneous appearance of a large number of lines in hydrogen spectrum. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള ലാർജ് നമ്പർ ഓഫ് ലൈൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ആർക്ക് പറ്റി പറയാൻ പറ്റി, ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് പറയാൻ പറ്റി. അതാണ് മൂന്നാമത്തെ ഒരു മെറിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. നാലാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് ഹി കുഡ് കാൽക്കുലേറ്റ് ഓർ മേക്ക് ആൻ ഇക്വേഷൻ ഓഫ് എനർജി. ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ ആർക്ക് സാധിച്ചു, ബോറിന് സാധിച്ചു. അത് ഇതിൻ്റെ ഒരു മെയിൻ മെറിറ്റ് ആയിട്ടാണ് പറയുന്നത്. ആ ഇക്വേഷൻ എങ്ങനെയാണ്, ഇ എൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ, ഏതെങ്കിലും ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇ എൻ ഈസ് ഈക്വൽ ടു -2π² m e⁴ ഡിവൈഡഡ് ബൈ n² h². ഓക്കെ, ഇതാണ് എന്ത് ഈ ഇലക്ട്രോണിൻ്റെ ഏതെങ്കിലും ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ബോർ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. അതിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്, n ഈക്വൽ ടു 1 2 3 എക്സെട്ര ആയിരിക്കും. h തന്നെ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ബോർ മോഡലിൻ്റെ അടുത്തൊരു മെറിറ്റായിട്ട് നമുക്ക് പറയാം. ഹി കുഡ് മേക്ക് an equation for calculating the energy of an electron in any or in a particular orbit. ഏതെങ്കിലും ഒരു പ്രത്യേക ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്താണ് അദ്ദേഹത്തിന്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഏത് എനർജി ലെവലിലുള്ള ഇലക്ട്രോണിൻ്റെ എന്ത് ചെയ്യാൻ സാധിക്കും, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അഞ്ചാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, അഞ്ചാമത്തെ മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹി കുഡ് find the or calculate the radius of a circular orbit. ഒരു സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനും അദ്ദേഹം ഉണ്ടാക്കി. ആ ഇക്വേഷൻ എങ്ങനെയാണ്, Rn ഈസ് ഈക്വൽ ടു 0.529 ആംസ്ട്രോങ് ഇൻറ്റു n². 0.529 ആംസ്ട്രോങ് ഇൻറ്റു n². Rn ഈസ് ഈക്വൽ ടു 0.529 ആംസ്ട്രോങ് ഇൻറ്റു n². ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 2 3 എക്സെട്ര ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ഓർബിറ്റിൻ്റെയും റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ദീസ് ആർ ദി മെയിൻ മെറിറ്റ്സ് ഓഫ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഫസ്റ്റിലെ മെറിറ്റ് ഹി കുഡ് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. രണ്ടാമതായിട്ട് ഹി കുഡ് എക്സ്പ്ലെയിൻ ദി അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്. മൂന്നാമത്തത് എന്താണ്, ഹി കുഡ് എക്സ്പ്ലെയിൻ ദി സൈമുൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് വേരിയസ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒരുപാട് ഇങ്ങനെ ലൈൻസിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. നാലാമത്തത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റി. അഞ്ചാമതായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ അതിനുള്ള ഇക്വേഷനും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. ദീസ് ആർ ദി മെയിൻ മെറിറ്റ്സ് ഓഫ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ബോർ മോഡലിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കെമിസ്ട്രിയിൽ അങ്ങനെയാണ് സാധാരണ, ഏതെങ്കിലും ഒരു മോഡൽ പറയും, ആ മോഡലിൻ്റെ എന്തെങ്കിലും മെറിറ്റ്സും ഡീമെറിറ്റ്സും പറയും. ആ ഡീമെറിറ്റ്സിനെ ഓവർകം ചെയ്യാന്നുള്ള രീതിയിൽ അടുത്തൊരു മോഡൽ പറയും. അപ്പോൾ നമ്മൾ ആദ്യം തോംസൺസ് മോഡൽ ഓഫ് ആറ്റം പറഞ്ഞു, അതിൻ്റെ ഡീമെറിറ്റ്സ് പറഞ്ഞു. ആ തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഡീമെറിറ്റ്സിനെ ഓവർകം ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് റുദർഫോർഡ് പുതിയൊരു ന്യൂക്ലിയർ മോഡൽ കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ ഡീമെറിറ്റ്സ് പറഞ്ഞു, അതിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ ബോർസ് മോഡൽ ഓഫ് ആറ്റം പറഞ്ഞത്.
ഈ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിനും ഡീമെറിറ്റ്സ് ഉണ്ട്. ആ ഡീമെറിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിലേതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ അതിലൊന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഹൈഡ്രജന്റെ കേസ് മാത്രമേ ഇവർ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ഹൈഡ്രജന്റെ കേസിൽ എന്താണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജന്റെ കേസിൽ ദർ ഈസ് ഓൺലി 1 ഇലക്ട്രോൺ. അപ്പൊ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ കേസിൽ മാത്രമേ ബോർ മോഡലിന്റെ എല്ലാ പോസ്റ്റുലേറ്റ്സും എന്ത് ചെയ്യുന്നുള്ളൂ, ഒബേ ചെയ്യുന്നുള്ളൂ എന്ന് മാത്രമല്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയല്ല, വേറെ രീതിയിൽ പറയാം, അങ്ങനെ മൾട്ടി ഇലക്ട്രോൺ വരുന്ന ഒരു സിസ്റ്റത്തിന്റെ കാര്യത്തെക്കുറിച്ച് വല്ല അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. അത് ഒന്നാമത്തെ ഡ്രോബാക്ക്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്ര ഓഫ് ആറ്റംസ് ഹാവിങ് മോർ ദാൻ 1 ഇലക്ട്രോൺ. അതായത് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിനെ കുറിച്ചുള്ള അതിൻ്റെ ആറ്റോമിക് സ്പെക്ട്രത്തെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല എന്നുള്ളത് ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഒന്നാമത്തെ ഒരു ഡ്രോബാക്ക് ആണ്. It does not explain the spectra of സ്പെക്ട്രത്തിന്റെ പ്ലൂറലാണ് സ്പെക്ട്ര ഓഫ് atoms having more than 1 electron. ഒന്നിലധികം ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റത്തിന്റെ സ്പെക്ട്രത്തെ കുറിച്ച് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ ഒന്നും പറയുന്നില്ല. അതൊന്നാമത്തെ ഡ്രോബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജന്റെ കേസ് മാത്രമേ ഇവർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നുള്ളൂ. ഹൈഡ്രജന്റെ അകത്താണെങ്കിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് എന്തെന്നാന്ന് ചോദിച്ചാൽ ഫൈൻ സ്പെക്ട്രം, അതായത് ഒരു സ്പെക്ട്രൽ ലൈൻസ്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈൻ സ്പെക്ട്രത്തെ കുറിച്ച് ആരും പറയുന്നില്ല, ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറയുന്നില്ല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള ഫൈൻ സ്പെക്ട്രത്തെ കുറിച്ച് ബോർ മോഡൽ ഓഫ് ആറ്റം അനങ്ങുന്നില്ല. അപ്പോൾ എന്തായി, ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദി fine spectrum of spectral lines produced by hydrogen spectrum. Okay, hydrogen atom produce ചെയ്യുന്ന ഫൈൻ സ്പെക്ട്രത്തെ കുറിച്ച്, സ്പെക്ട്രൽ ലൈൻസിലുള്ള ഫൈൻ സ്പെക്ട്രത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഏത്, ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഇഫക്റ്റുകളാണ്. ഒന്ന് സീമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള സ്പെക്ട്രൽ ലൈൻസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്, അതിനാണ് നമ്മൾ പൊതുവെ എന്ത് പറയുക, സീമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് പറ്റിയില്ല. രണ്ടാമത്തെ ഒരു ഇഫക്റ്റ് ആണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. നേരത്തെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്ത പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലും ഈ എന്തിൻ്റെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും ആരും ഒന്നും മിണ്ടുന്നില്ല, ബോർ മോഡൽ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ മൂന്നാമത്തെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സീമാൻ ഇഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഷേപ്സ് ഓഫ് മോളിക്യൂൾസ്, അതായത് ആറ്റംസ് കമ്പൈൻ ചെയ്ത് കൂടിച്ചേർന്നുണ്ടാകുന്ന മോളിക്യൂളിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ല. അപ്പോൾ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഷേപ്സ് ഓഫ് മോളിക്യൂൾസ്. ഇനി അഞ്ചാമത്തത്, ഈ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസിലുള്ള ഓർബിറ്റിൽ ഇത്ര എനർജിയുള്ള ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഒരു തിയറീസ് ആണ്. ഒന്ന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൈസൻബർഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിൻ്റെതാണ്.
അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് നമ്മൾ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യും. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് ടോട്ടലി അഗെയിൻസ്റ്റ് ആണ്. അതായത് ഈ പ്രിൻസിപ്പിള് ആര് കൺസിഡർ ചെയ്തില്ല? ബോർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ ബോർ കൺസിഡർ ചെയ്തേ ഇല്ല. അത് കൺസിഡർ ചെയ്യാതെയാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്? ഈ അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ ഉണ്ടാക്കുന്നത്. സോ Bohr model of atom is completely against uncertainty principle. And also the wave theory of electrons or wave mechanics ന്റെ ഒരു കാര്യവും ആര് കണക്കിലെടുത്തിരുന്നില്ല? ബോർ മോഡൽ ആറ്റത്തിൽ എടുത്തിടുന്നില്ല എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സ് ആണ്. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റം ഈസ് അഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് വേവ് തിയറി. അപ്പോൾ ദീസ് ആർ ദി മെയിൻ drawbacks of or demerits of Bohr model of atom. What are they? The first one is it does not explain the spectra of atoms having more than one electron. Multi electron ആറ്റത്തിന്റെ സ്പെക്ട്രത്തെ കുറിച്ച് പറയുന്നില്ല, ഒന്നാമത്തെ ഡീമെറിറ്റ്. രണ്ടാമത്തത് ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിലുള്ള ഫൈൻ സ്പെക്ട്രത്തിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. മൂന്നാമത്തത് it could not explain the Zeeman effect and Stark effect. നാലാമത്തത് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഷേപ്സ് ഓഫ് മോളിക്യൂൾസിന്റെ ഷേപ്സിനെ കുറിച്ച് യാതൊരു കാര്യവും ഇതിൽ പറയുന്നില്ല, ബോർ മോഡലിൽ പറയുന്നില്ല. അഞ്ചാമത്തത് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ബോർ മോഡൽ ഓഫ് ആറ്റം ഈസ് അഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് വേവ് തിയറി. ഓക്കെ, ദീസ് ആർ ദി മെയിൻ ഡീമെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. ഇപ്പൊ ഈ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഡീമെറിറ്റ്സിനെ ഓവർകം ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പുതിയൊരു ആറ്റം മോഡലാണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ആ മോഡൽ ഓഫ് ആറ്റത്തെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുക? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മോഡേൺ അറ്റോമിക് തിയറി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ക്വാണ്ടം മെക്കാനിക്സിനെയും വേവ് തിയറിയെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു തിയറിയാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റമാണ്. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു തിയറി, മാറ്റർ വേവ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും, രണ്ടാമതായിട്ട് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഈ മോഡേൺ അറ്റോമിക് തിയറിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ. ഒന്നും കൂടി ഞാൻ പറയാം. ഒന്നാമത്തത് ഡി ബ്രോഗ്ലിസ് മാറ്റർ വേവ്സ്, ദ കൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്സ്, ആൻഡ് ദി അതർ വൺ ഈസ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ ആദ്യം എന്താണ് ഈ ഡി ബ്രോഗ്ലിയുടെ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ അല്ലെങ്കിൽ മാറ്റർ വേവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. അപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇപ്പം ലൈറ്റിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ പറഞ്ഞു രണ്ട് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ഈ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡി ബ്രോഗ്ലി പറഞ്ഞു ഈ ഡ്യുവൽ നേച്ചർ നമുക്ക് വേണമെങ്കിൽ മാറ്ററിന്റെ കേസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു കാര്യത്തെ, ഇലക്ട്രോണിനെ വേണമെങ്കിൽ നമുക്ക് ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, കുറേ നേരം ഇതിനു മുന്നേ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ ഡിസ്കസ് ചെയ്തിരുന്നില്ല. അതേസമയം ഡി ബ്രോഗ്ലി പറഞ്ഞു ഇലക്ട്രോൺ ഈസ് കൺസിഡേർഡ് ആസ് എ വേവ് ഹാവിങ് വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/mv. എച്ച് തന്നെ നമുക്കറിയാം അല്ലേ, അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. മാസ് എം മാസ് ആണ്, വി വെലോസിറ്റി ആണ്. അപ്പൊ ഇലക്ട്രോണിനെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ലാംഡ വേവ് ലെങ്ത് ഉള്ള ഒരു വേവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് ഡി ബ്രോഗ്ലി പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഈ ഇക്വേഷനെ നമ്മൾ സാധാരണയായിട്ട് ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറയും. ഡി ബ്രോഗ്ലി ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/mv. അതായത് ഇലക്ട്രോണിനെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു വേവ് ആയിട്ടും കൂടി കൺസിഡർ ചെയ്യാം. അതിൻ്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? ലാംഡ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ രണ്ട് ഇക്വേഷൻസ്,
ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടം തിയറിയിലുള്ള E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, എനർജി കാണാനുള്ള ന്യൂ ഫ്രീക്വൻസിയുള്ള ഒരു ഇലക്ട്രോണിന്റെ എനർജി കാണാനുള്ള ഇക്വേഷനാണ് E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇത് നമുക്ക് പ്ലാങ്ക്സ് ഇക്വേഷൻ എന്നാണ്, പ്ലാങ്ക്സ് തിയറി എന്നാണ്, നമുക്ക് ക്വാണ്ടം തിയറി എന്നാണ് കിട്ടുന്നത്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ന്യൂ ഫ്രീക്വൻസി ഉള്ള ഒരു ഇലക്ട്രോണിന്റെ എനർജിയാണ് E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻ E ഈസ് ഈക്വൽ ടു mc². മാസ് m ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇക്വേഷൻ, എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് E ഈസ് ഈക്വൽ ടു mc². അതിൽ m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് c എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഓഫ് ദി ലൈറ്റ്. അപ്പം നമുക്ക് അല്ലെങ്കിൽ വെലോസിറ്റി, നമുക്ക് ജസ്റ്റ് വെലോസിറ്റി, ഇത് രണ്ടും കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കിയാൽ രണ്ടിൻ്റെയും LHS എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, mc² ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഓർ mc² ഈസ് ഈക്വൽ ടു ന്യൂ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, ന്യൂ ഈസ് ഈക്വൽ ടു c/λ എന്ന് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് hc/λ എന്ന് എഴുതാം. ഓക്കെ, mc² ഈസ് ഈക്വൽ ടു hc/λ എന്ന് എഴുതാം. ഓർ mc ഈസ് ഈക്വൽ ടു h/λ എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓർ ലാംഡ ഈസ് ഈക്വൽ ടു h/mc, ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ mc എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് നമ്മൾ സാധാരണയായിട്ട് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എങ്ങനെ പറയാം, ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്നുള്ള ഒരു എക്സ്പ്രഷൻ കൊണ്ടും കാണിക്കാൻ സാധിക്കും. ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. വേർ mc ഈസ് ദി മൊമെന്റം, m ഇൻറ്റു c, m ഇൻറ്റു v, മാസ് ഇൻറ്റു വെലോസിറ്റിയെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, മൊമെന്റം എന്ന് പറയാം. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മാറ്റർ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മൂവ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് അതിൻ്റെ ഒരു വേവ് നേച്ചർ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, ഡി ബ്രോളി പറയുന്നത്. ഹാവിങ് വെലോസിറ്റി h/p. അപ്പോൾ അതിനൊരു ആംഗുലാർ മൊമെന്റത്തിന്റെ ഒരു ഡയമെൻഷൻ കൂടി അതിന് കിട്ടുന്നുണ്ട്. h/p മൊമെന്റം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. മാറ്റർ വേവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇലക്ട്രോണിനെ നമുക്ക് ഒരു മാറ്റർ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അത് ഓർബിറ്റലാവുമ്പോൾ അതൊരു സ്റ്റാൻഡിങ് വേവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഓർബിറ്റലിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു സ്റ്റാൻഡിങ് വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും എന്നാണ് ഡി ബ്രോളിയുടെ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു മൈന്യൂട്ട് പാർട്ടിക്കിളിന്റെ കേസിൽ എന്താണ്, ഈ വേവ് നേച്ചർ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അതിന്റെ മാസ് വളരെ കുറവാണ്. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്ന് പറയുന്ന ഈ മാസ് ടേം ഡിനോമിനേറ്ററിലാണ്. അപ്പം മാസ് കുറഞ്ഞതിന് അതിന്റെ വേവ് ലെങ്ത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. അതേസമയം ഇപ്പോൾ ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു പാർട്ടിക്കിളിനൊക്കെ അതിന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം കുറച്ചും കൂടി മാസ് കൂടിയ, അതായത് ഒരു എക്സാമ്പിൾ ഒരു സ്റ്റോണ്, ഒരു മേലേക്ക് എറിയുന്ന ഒരു കല്ല് എന്നൊക്കെ പറഞ്ഞാൽ മൂവിങ് പാർട്ടിക്കിളാണ്. അതിൻ്റെയൊക്കെ മാസ് ഇലക്ട്രോണിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പം അത്തരം കേസസിൽ നമുക്ക് അതിൻ്റെ വേവ് നേച്ചർ അത്രത്തോളം പ്രകടമായിട്ട് കിട്ടില്ല എന്നുള്ള ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർമ്മിക്കണം. ഇനി ഈ മാറ്റർ വേവിനെ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ ആയിട്ടോ കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. കാരണം രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം, ഈ മാറ്റർ വേവിന് വെലോസിറ്റി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറവാണ്. ഹാവ് ലോ വെലോസിറ്റി. ഒന്നാമത്തെ എന്തുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവും ഒരു മാറ്റർ വേവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഒരു മാറ്റർ വേവിനെ സംബന്ധിച്ച് matter waves have lower velocity compared to electromagnetic wave. രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് have no electric field or magnetic field. Have no electric field or magnetic field. Electric field or magnetic field ഒന്നുമില്ല എന്തിന്, മാറ്റർ വേവ്സിന്. മൂന്നാമത്തത്, they are not emitted by a particle. They are not emitted by a particle.
അപ്പോൾ ഈ 3 കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും മാറ്റർ വേവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട 1-2 പോയിന്റുകൾ, ഒന്ന് ഈ ഇക്വേഷൻ ഡി ബ്രോഗ്ലി റിലേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ഓർ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി, വേർ പി ഈസ് ദി മൊമെന്റം ഓർ പി ഈസ് ഈക്വൽ ടു എം വി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി, മൊമെന്റം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒക്കെ കേസിൽ നമ്മളത് എന്തായിട്ട് പറയുന്നു, ചില കേസിലൊക്കെ നമ്മളത് സി ആയിട്ട് പറയുന്നു. അപ്പോൾ എം സി എന്നും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇത് രണ്ടും കൂടി ഈ റിലേഷൻ എവിടെ നിന്നാണ് ഡി ബ്രോഗ്ലി ഉണ്ടാക്കിയെടുത്തതെന്ന് ചോദിച്ചാൽ ക്വാണ്ടം തിയറിയിൽ നിന്നും ഐൻസ്റ്റൈൻ്റെ ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റിലേഷനാണിത്. ആ റിലേഷൻ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മാറ്റർ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് ഓർബിറ്റലിലാണെങ്കിൽ സ്റ്റാൻഡിങ് വേവ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ദെൻ ഈ മാറ്റർ വേവ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇൻ ദീസ് പോയിന്റ്സ് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഏതൊക്കെയാണ്? മാറ്റർ വേവ്സ് ഹാവ് ലോവർ വെലോസിറ്റി, then have no electric field or magnetic field, and third one is they are not emitted by a particle. Okay, these are the differences between matter waves from electromagnetic wave. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിച്ച ഈ മാറ്റർ വേവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് നോക്കുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോർഷനാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഈ പ്രിൻസിപ്പിള് ഈ പാർട്ടിക്കിൾ നേച്ചറും പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ ഇത് രണ്ടും തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പ് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കി തരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് എന്ത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഐസൻബർഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞു ഒരു ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കേസിൽ അതിൻ്റെ എക്സാക്റ്റ് പൊസിഷനും അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റവും രണ്ടും നമുക്ക് സൈമുൾട്ടേനിയസ്ലി കാൽക്കുലേറ്റ് ചെയ്യാനാവില്ല, ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാവില്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തിയറിയാണെന്ത്, പ്രിൻസിപ്പിളാണെന്ത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കാൽക്കുലേറ്റ് the exact position and velocity or momentum of a microscopic particle like electron simultaneously and accurately. അപ്പോൾ ഒരേ സമയം നമുക്ക് അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും അല്ലെങ്കിൽ വെലോസിറ്റിയും ഒരേ സമയം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം അദ്ദേഹം പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ എക്സാക്ട് പൊസിഷൻ നമ്മൾ ഇലക്ട്രോണിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോണിൻ്റെ എക്സാക്ട് പൊസിഷൻ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? അൺസർട്ടൈൻ ആകുന്നു. ഓക്കെ, അതേപോലെ വെലോസിറ്റിയാണ് ആക്യുറേറ്റ് ആയിട്ട് പറയുന്നതെങ്കിൽ പൊസിഷൻ അൺസർട്ടൈൻ ആകുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എഴുതുക: ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡെൽറ്റ എക്സ് ഇൻറ്റു മാസ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാൽ മിനിമം എന്ത് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എന്താണ്? എച്ച് ബൈ 4π ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് എച്ച് ബൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ പൊസിഷൻ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്താവുന്നു? അൺസർട്ടൈൻ ആവുന്നു. നേരെ തിരിച്ചും. ഓക്കെ, ഇത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ, അതായത് ഇലക്ട്രോണിനെ പോലെയുള്ള വളരെ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത്ര റേഡിയസിലുള്ള ഇത്ര അകലത്തിലുള്ള ന്യൂക്ലിയസിൽ നിന്ന് ഇത്ര അകലത്തിലുള്ള സർക്കുലാർ പാത്തിലുള്ള ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺ ഇത്ര വെലോസിറ്റിയിൽ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതിനുള്ള ഇക്വേഷനൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത ആളാണ് ആര്? നമ്മളെ ബോർ. അപ്പോൾ അത് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ, മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിളിൻ്റെ എക്സാക്ട് പൊസിഷനും അതിൻ്റെ വെലോസിറ്റിയും സൈമുൾട്ടേനിയസ്ലി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാവില്ല എന്ന് പറയുന്ന ഒരു തിയറിയാണ് എന്ത്? ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ
എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ രണ്ട് തിയറീസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡി ബ്രോളി മാറ്റർ വേവ്, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് മോഡേൺ അറ്റോമിക് തിയറി എന്നുള്ള രീതിയിൽ നമ്മൾ മോഡേൺ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് തിയറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. നമുക്ക് എക്സാമിനൊക്കെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നൊരു പോർഷനാണ്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതുപോലെ മാറ്റർ വേവ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇനി ഇതിൻ്റെ രണ്ട് റിലേഷൻസും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കണം. അതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്യാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് പ്രോബ്ലം. ദ ക്വസ്റ്റ്യൻ ഈസ് calculate the wavelength of a body of mass 0.1 milligram moving with a velocity of 10 meter per second. 0.1 milligram മാസ് ഉള്ള ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി, മൂവിങ് ബോഡിയാണ്. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? മാറ്റർ വേവിൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിലേഷൻ അറിയാം. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി, അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ, ദിസ് ഈസ് ദി ഡി ബ്രോളി റിലേഷൻ. ഓക്കെ, അപ്പം അതിൽ നമ്മൾ മാസ് നമ്മൾ നോക്കിയാൽ മാസ് എം ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.1 മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് 10⁻⁻7 കിലോഗ്രാം ആണ്. നമ്മൾ അതിനെ മില്ലിഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഓക്കെ, 10⁻⁻7 കിലോഗ്രാം ആണ്. ഇനി ഇവന്റെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി V ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ നമുക്ക് എച്ചിന്റെ വാല്യൂ, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ ഓർമ്മിച്ചേക്കണം. 6.626 ഇൻറ്റു 10⁻34. അതിൻ്റെ യൂണിറ്റ് ഒക്കെ ഉണ്ട്. യൂണിറ്റ് ഒന്നും ഓർമ്മിച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, 6.626 ഇൻറ്റു 10⁻34 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി നമ്മളിതിൽ എച്ചിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ, നമ്മൾ വിൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും? 6.626 ഇൻറ്റു 10⁻34 എച്ചിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്? 10⁻⁻7 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 10. ഓക്കെ, നമുക്ക് എത്ര കിട്ടും? 6.626 ഇൻറ്റു 10⁻28 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന 0.1 മില്ലിഗ്രാം മാസ് ഉള്ള ബോഡിയുടെ വേവ് ലെങ്ത് നമ്മൾ ഡി ബ്രോളി റിലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇത്രയും കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. An electron is associated with a wavelength of 10 nanometer. Calculate the velocity of the electron. നമുക്ക് ഒരു ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ തന്നെയാണ്. ഏതാണ് ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. നമുക്ക് അതിൽ വി ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. വി ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ലാംഡ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്താൽ അതിലുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കുക. നമുക്ക് എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം, തന്നിട്ടുണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു 6.63 ഇൻറ്റു 10⁻34 ജൂൾസ് സെക്കൻഡ്. എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അടുത്ത മാസ് എത്രയാണ്? ഇലക്ട്രോണിന്റെ മാസ് നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻31 kg കിലോഗ്രാം. ദെൻ നമുക്ക് അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു 10 നാനോമീറ്റർ എന്നാണ് തന്നത്. അതായത് 10 ഇൻറ്റു 10⁻⁻9 മീറ്റർ, ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 10⁻⁻8 മീറ്റർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ വി ഈസ് ഈക്വൽ ടു എച്ച് തന്നെ എത്രയാണ്? 6.63 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ മാസ് എം എന്ന് പറഞ്ഞാൽ 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു വെലോസിറ്റി ലാംഡ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 10⁻⁻8.
ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 7.286 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഹാവിങ് വേവ് ലെങ്ത് 10 നാനോമീറ്റർ. ഓക്കെ, വേവ് ലെങ്ത് 10 നാനോമീറ്റർ ഉള്ള ഒരു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എത്രയാണ് നമുക്ക് കിട്ടിയത്? 7.286 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഈ ഡി ബ്രോളി റിലേഷൻ വെച്ചിട്ട് തിരിച്ചും മറിച്ചും പല കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. നമ്മളത് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അവർ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് what is the uncertainty in position of an electron if the uncertainty in its velocity is 1.159 into 10⁻⁷ meter per second. അപ്പോൾ നമുക്കൊരു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയിലുള്ള അൺസർട്ടനിറ്റി തന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മനസ്സിലായി, ഇത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇങ്ങനെയാണ്: ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π. ദിസ് ഈസ് ദി ഇക്വേഷൻ. നമുക്ക് ഡെൽറ്റ എക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു 4π എന്ന് എഴുതാം. ഓക്കെ, നമുക്കിതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാണ് നമുക്ക് തരേണ്ടത്? എന്ത് വേണം? എച്ച് നമുക്കറിയാം. എച്ച് ഈസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. അത് നമുക്കറിയാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വെക്കണം. നമുക്ക് ഡെൽറ്റ വി തന്നിട്ടുണ്ട്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എത്രയാണ്? 1.159 ഇൻറ്റു 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ നമുക്ക് മാസ്, ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? എം ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. ഇത് നമ്മൾ നേരത്തെ തന്ന പോലെ തന്നെ ഇവിടെയും ആ കേസ് തന്നെ എടുക്കുക. ഈ 3 കാര്യങ്ങൾ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരും. എച്ച് തന്നെ എത്രയാണ്? 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്? 9.1 ഇൻറ്റു 10⁻⁻31 ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി നമുക്ക് തന്നിട്ടുണ്ട് 1.159 ഇൻറ്റു 10⁻⁷ ഇൻറ്റു 4π എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3.14. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇത്ര കിട്ടും. 5 ഇൻറ്റു 10⁻⁻12 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 10⁻⁻12 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൈക്കോമീറ്റർ എന്ന് പറയാം. അങ്ങനെയും നമുക്ക് ആൻസർ എഴുതാം. 5 പൈക്കോമീറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി വന്നിട്ട് നമ്മളോട് വെലോസിറ്റിയിലുള്ള അൺസർട്ടനിറ്റി കാണാനും പറയാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏതൊക്കെ ഡി ബ്രോളി മാറ്റർ വേവ്സിൻ്റെ ഡി ബ്രോളി റിലേഷനും അതുപോലെ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. അതിൻ്റെ ഡെഫിനിഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക. പലപ്പോഴും നമ്മളോട് ഇക്വേഷൻ മാത്രം ചോദിക്കും, എന്നിട്ട് അതിലുള്ള ഓരോ കാര്യം ഡെൽറ്റ എക്സ് എന്തിനെയാണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്. ഡെൽറ്റ വി അല്ലെങ്കിൽ ഡെൽറ്റ പി എന്ന് കാണിക്കും, അത് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ആണ് അല്ലെങ്കിൽ വെലോസിറ്റി ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മളോട് വേഗം തിരിച്ചും ചോദിക്കുക, ഇതിൽ ഏത് ടേമാണ് അൺസർട്ടനിറ്റി, പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി കാണിക്കുന്ന ടേം ഏതാണ്? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ABC ടൈപ്പ് ചോദ്യങ്ങൾ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് അധികവും ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഏതൊക്കെ? De Broglie's relation, matter wave, the concept of matter waves, then Heisenberg's uncertainty principle. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആണ്.